സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതുപോലെ +2 കോളേജ് കാലഘട്ടമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ 2 തരം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഒന്ന് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് കാഷ്വലി ആണെങ്കിലും അല്ലെങ്കിൽ വളരെ കൂളായിട്ടും തുറന്നു പറയാൻ പറ്റുന്ന ആളുകൾ. അതല്ലാത്തൊരു വിഭാഗമുണ്ട്. ഒരുപാട് ഇഷ്ടമുണ്ടാകും, ഭയങ്കര ഇഷ്ടമായിരിക്കും, തുറന്നു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓപ്പോസിറ്റുള്ള ആൾ കുറച്ചൊരു ഗട്ട്സൊക്കെ കാണിച്ച് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താണ് കാര്യം നിർബന്ധിച്ച് ചോദിക്കുകയോ ചെയ്താൽ അബദ്ധവശാൽ നമുക്ക് ആ ഇഷ്ടം തുറന്നു പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു അപ്രോച്ച് ഇങ്ങോട്ടുണ്ടായിട്ടില്ലെങ്കിൽ ഇത് തുറന്നു പറയാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ തുറന്നു പറയാതെ പോകുന്ന പ്രണയങ്ങൾക്ക് 2 ഫെയ്റ്റാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ അവർ വേറെ ആരെങ്കിലും പ്രേമിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റാതെ ആ പ്രേമം അതിൻ്റെ വഴിക്ക് അങ്ങ് പോയിട്ടുണ്ടാവും. കുറേ കാലം കഴിഞ്ഞ് ആലോചിക്കുമ്പോഴും ഒന്ന് പറഞ്ഞു നോക്കാമായിരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്തയൊക്കെ അവശേഷിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തിയേറ്ററിൽ പോയി ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. ചിലപ്പോൾ ഒന്ന് പൊടി തട്ടിയെടുത്ത് അന്വേഷിച്ച് ഇഷ്ടമുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലും ഉണ്ടാവും. നമ്മൾ പറഞ്ഞു വരുന്നത് വിത്ത് ലവിനെ കുറിച്ചാണ്. എന്തായാലും വാലന്റൈൻസ് ഡേ ഒക്കെ വരികയാണ്. തീർച്ചയായും അത് കണക്ട് ചെയ്ത് തന്നെ ആയിരിക്കും ഇവർ ഈ പടം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും അങ്ങനെ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ വരാനുണ്ടല്ലോ. ചോക്ലേറ്റ് ഡേ വരുന്നുണ്ട്, റോസ് ഡേ വരുന്നുണ്ട്, പ്രപ്പോസൽ ഡേ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ ഡേ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. എന്തായാലും അങ്ങനെയുള്ള ദിവസങ്ങളുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഫെബ്രുവരി 14 എന്നൊക്കെ ആയിട്ട് പഴയൊരു കൂടെ പഠിച്ച ഒരാളെയൊക്കെ വിളിച്ചിട്ട് അന്ന് ഞാൻ പറയാതെ പോയിട്ട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒന്ന് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യാൻ. വേറൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. അവർ കല്യാണം കഴിച്ച് ഫാമിലിയായിട്ടൊക്കെ ജീവിക്കുകയാണെങ്കിൽ അവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിയുമ്പോണ്ടല്ലോ മനസ്സിൽ ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള അത് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒരു പ്രപ്പോസൽ നടത്താൻ വേണ്ടിയിട്ടും വേണമെങ്കിൽ നിങ്ങൾ ആരെയാണോ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാളൊരു സിനിമയ്ക്ക് വരുന്നു എന്ന് ചോദിച്ച് വിളിച്ച് ഈ പടത്തിന് കൊണ്ടുപോയിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഈ പടത്തിലുണ്ട്. അങ്ങനെ പ്രണയം പൂത്തലേട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മദൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിഷൻ ജീവന്ത്, അനശ്വര രാജൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ വിത്ത് ലവ് തിയേറ്ററിൽ പോയി കണ്ടു. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴും വിത്ത് ലവ് തന്നെ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമ എന്നാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്. അത്യാവശ്യം ചിരിക്കാനുള്ളതുണ്ട്, കുറച്ച് നൊസ്റ്റാൾജിയ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഓളത്തിൽ കണ്ടിരിക്കാവുന്ന സിനിമ. ഷോൺ റോൾഡനാണ് സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കിയിട്ടുള്ളത്. ശ്രേയസ് കൃഷ്ണയാണ് DOP. സുരേഷ് കുമാർ എഡിറ്റ് ചെയ്തിരിക്കുന്നു. സന്തോഷാണ് ഇതിന്റെ കൊറിയോഗ്രാഫർ. കളറിസ്റ്റ് സുരേഷ് രവി. ഈ സിനിമയുടെ കഥയെപ്പറ്റി പറയാനാണെങ്കിൽ ട്രെയിലർ കാണുന്ന ഏതൊരാൾക്കും ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. 2 പേര് തമ്മിൽ വിവാഹം കഴിക്കാനുള്ള ഒരു പ്ലാനിലേക്ക് വരുന്നു. അവർ 2 പേരും അവരുടെ പാസ്റ്റ് ലൈഫ് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ 2 പേർക്കും അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ലവ് ഉണ്ടായിരുന്നു, ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. സോ ആ ഇഷ്ടങ്ങൾ ആ ആളുകളെ കണ്ടുപിടിച്ച് പ്രകടിപ്പിക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നു. അങ്ങനെ ഒരു ഐഡിയ വരുമ്പോൾ 2 പേരും കൂടി ആ യാത്ര ചെയ്യുന്നു. നമ്മളിതിൻ്റെ ട്രെയിലർ കണ്ടുകൊണ്ടുള്ള റിയാക്ഷൻ വീഡിയോയിൽ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെയുള്ള സിനിമകളിലൊക്കെ സ്ഥിരമായി കാണുന്ന അതേ പാറ്റേണിൽ അതിൻ്റെ ക്ലൈമാക്സ് എന്താവും എന്നുള്ളതും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നിങ്ങളങ്ങനെ സിനിമകളെ കാണാറില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ കുറച്ചെങ്കിലുമൊക്കെ സിനിമ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, ക്ലൈമാക്സിൽ എന്താണ് വരാൻ പോകുന്നത്, ഇതൊക്കെയും പ്രഡിക്റ്റബിളാണ്. അവർ തമ്മിലുള്ള സ്നേഹം, പിന്നെ കുറച്ച് ജ്ഞാപകങ്ങൾ, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ ഇത് നമ്മളിൽ ചില ഓർമ്മകളൊക്കെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് സ്കൂൾ ലൈഫിലേക്കുള്ള ഒരു തിരിച്ചുപോക്കും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മളിൽ പലർക്കും രസമുള്ള ഓർമ്മകളായിരിക്കും, അല്ലാത്ത ആളുകളും ഉണ്ടാവും കേട്ടോ. പക്ഷേ രസമുള്ള കുറേ ഓർമ്മകളിലേക്ക് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു യാത്രയാണ്. നമുക്ക് പതിവുപോലെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളാണെന്ന് ഞാൻ പറയും. അഭിഷൻ ജീവന്ത് ഈ സിനിമയിലെ നായക കഥാപാത്രം പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ +2 പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ്റെ ഒരു പ്രണയിക്കാൻ വേണ്ടിയിട്ടുള്ള ത്വര, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പരിപാടികളൊക്കെ അതിങ്ങനെ പ്രകടിപ്പിക്കാതിരുന്ന് പിന്നീട് ലൈഫിൽ അയാൾ മാറി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അയാളിൽ നിന്ന് വിട്ടുപോകാത്ത ശീലങ്ങളുണ്ട്, പുതിയ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ എലമെൻറ്റ്സ് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ പുള്ളി ഇങ്ങനെ നിറഞ്ഞാടുമായിരുന്നു എന്ന് പറയുന്ന പോലെ ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു പുള്ളി. അത് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ നോട്ടങ്ങൾ മുതൽ അങ്ങോട്ടേക്ക് എല്ലാം അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തത്. അനശ്വരയും അവർക്ക് കിട്ടിയിട്ടുള്ള വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അനശ്വരയുടെ നമ്മൾ മലയാളത്തിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. ഒരു നെക്സ്റ്റ് ലെവൽ എന്തെങ്കിലും ഒരു സംഭവമോ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മലയാളം പറയുന്നത് പോലെ തമിഴ് പറയുന്നു എന്ന് എനിക്ക് കുറേ ഇടങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു വലിയ നെഗറ്റീവായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള അഭിനേതാക്കളൊക്കെ തമിഴ്നാട്ടിൽ പോയി അർമ്മതിക്കുകയാണ്, ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അനശ്വര തമിഴ്നാട്ടിൽ മലയാളത്തിലെ പോലെ തന്നെ ഒരു ഫാൻ ബേസ് സൃഷ്ടിച്ചെടുക്കാനുള്ള ആ ഒരു പെർഫോമൻസ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ തോന്നുന്നൊരു സിനിമയാണ്. കാരണം ഇതിൽ പലരും സ്കൂൾ കാലഘട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ്, മുതിർന്നിട്ടുള്ള
രീതിയിലുള്ള സംഭവങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ പ്രായത്തിൻ്റെതായ വ്യത്യാസം കൊണ്ടുവരിക, പെർഫോമൻസിൽ അവരുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ വളരെ രസമായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. എല്ലാവരും അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നന്നായി ചെയ്ത് ഫലിപ്പിച്ച ഒരു സിനിമയാണ്. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. ഷോൺ റോൾഡൻ ചെയ്തിരിക്കുന്ന മ്യൂസിക് അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു +2 കാലഘട്ടത്തിലെ ഒരു തിളപ്പം നമ്മൾ പറയില്ല, അതിൻ്റെ എനർജി, അത് അതുപോലെ വരുന്ന പാട്ടുകൾ, അതിൻ്റെ ഇമോഷണൽ പരിപാടികൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ സീൻ, ഏത് സീനാണോ ആ സീനിനെ വളരെയധികം എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കലി പടം അടിപൊളിയായിരുന്നു. പിന്നെ വിഷ്വൽസ്, ഈ പറഞ്ഞ പോലെ കാലഘട്ടങ്ങൾ, 2 കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് കണ്ടിന്യൂറ്റി സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അതിനെല്ലാത്തിനെയും കൃത്യമായി ബാലൻസ് ചെയ്തുകൊണ്ട് പോയി അതിൻ്റെ ഒരു കളറിങ്ങും പരിപാടിയും എല്ലാം രസമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡാൻസിന് കൊടുത്തിട്ടുള്ള ആ കൊറിയോഗ്രഫി പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് ആ കാലഘട്ടത്തിനോട് കൂടി ഒരു നീതി പുലർത്തുന്ന രീതിയിൽ അവരിടുന്ന സ്റ്റെപ്സ് ആ കാലഘട്ടങ്ങളിലെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി. പിന്നെ ഓഫ് കോഴ്സ് 4ാമത്തെ പോസിറ്റീവ് നൊസ്റ്റാൾജിയാണ്. ആ നൊസ്റ്റാൾജിയയിൽ സൗഹൃദങ്ങൾ വരും, പ്രേമം വരും, പൊട്ടിയ പ്രേമം, പറയാതെ പോയ പ്രേമം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ സിനിമയിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. നായകൻ്റെ ഉണ്ട്, നായികയുടെ ഉണ്ട്. പെൺകുട്ടികൾക്ക് ഇതെങ്ങനെയാണ്, എത്രത്തോളമാണ് കണക്റ്റ് ആവുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളൊക്കെ വെച്ചിട്ട് വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ ആ കഥ കൊണ്ടുപോകുന്നത്. ഒരു ആൺകുട്ടിയുടെ ആംഗിളിൽ നിന്നുകൊണ്ട് ഈ സിനിമ ഞാൻ നോക്കുമ്പോൾ വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ള സന്ദർഭങ്ങളും സംഭവങ്ങളും ഒക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യം പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ ഒരുപാട് പേടിയുള്ള എന്നെ പോലുള്ള ഒരു ആളെ സംബന്ധിച്ച് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. പിന്നെ ആ സ്കൂളിലേക്കുള്ള തിരിച്ചുപോക്ക്, നമ്മൾ ഹൃദയം കാണുമ്പോൾ കോളേജിലേക്കുള്ള തിരിച്ചുപോക്ക് എന്ന് പറയുന്ന പോലെ തിരിച്ചുപോക്കുകൾ എപ്പോഴും അതിൽ ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറേ ഇമോഷൻസ് ഉണ്ടാകും. അത് പ്രേമോ അല്ലെങ്കിൽ സൗഹൃദമോ ഇതൊന്നുമല്ല, പക്ഷേ ആ മൊമെൻറ്റിൽ ആ പ്ലേസിലേക്ക് ചെന്ന് കയറുമ്പോഴുള്ള ഫീലൊക്കെ ഇല്ലേ, ആ സീനൊക്കെ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പല സിറ്റുവേഷൻസിലും ആണുങ്ങളുടെ ചില ചിന്തകളുണ്ട്, അതായത് ടിപ്പിക്കൽ ആൺകുട്ടി ചിന്തകളും ബിഹേവിയറും ഒക്കെ ഉണ്ട്. അത് അതുപോലെ കാണിച്ചിട്ടുണ്ട്. ആ പെർട്ടിക്കുലർ കാര്യത്തിന് ഒരു പെൺകുട്ടി എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളതും നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. ഹ്യൂമർ, ചിരിക്കാനുള്ളതുണ്ട്. എന്ന് വെച്ചാൽ റിലേറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, നമ്മൾ അന്ന് കാണിച്ചു കൂട്ടിയ പല വിവരക്കേടുകളും സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അതേപോലെ ഞാനും ഈ സിനിമയിലെ നായകൻ്റെ നായികയുടെ ഒക്കെ പ്രായത്തിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ പ്രായത്തിൽ കാണിച്ചു കൂട്ടുന്നതിന് ഞാൻ ഇപ്പോൾ നോക്കി കാണുമ്പോഴും എനിക്ക് രസമുള്ള കുറേ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ഫൺ വൈബിൽ, ഫണ്ണെന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡ് നമുക്ക് കാണിച്ചു തരുന്ന പോലെ ഈ സിനിമയിലൊരു കഥാപാത്രം തന്നെ പറയുന്നുണ്ട്. അന്ന് വിഷമിച്ചിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ രസമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നു എന്ന്. അങ്ങനെ അന്ന് വിഷമിച്ചിരുന്ന സിറ്റുവേഷൻസിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നു, പക്ഷേ രസമായിട്ടത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള സിനിമയാണ്. നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ, ഒന്നാമത്തെ നെഗറ്റീവ് ഹൈലി പ്രൊഡിക്റ്റബിൾ ആണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എല്ലാം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശുഭപര്യവസായിയായ സിനിമ എന്ന് പറയുന്ന ആംഗിളിൽ തന്നെയാണ് അവർ ട്രെയിലറിലും അല്ലാതെ പ്രൊമോഷനിലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനിടയിലുള്ള ഒരു ഹ്യൂമർ ആൻഡ് പേഴ്സണൽ കണക്റ്റ്, ഇമോഷണൽ കണക്റ്റ്, അതിലാണ് സിനിമ അങ്ങനെ പോകുന്നത്. വേണമെങ്കിൽ പറയാവുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ടൂ മച്ച് ഓഫ് നന്മ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അങ്ങ് ക്ഷമിക്കുക. ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം പോലും തകർത്ത് കളയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ടെത്തിച്ച ആളോടും നമ്മളങ്ങ് ക്ഷമിക്കുക എന്ന് പറയുന്ന പോലെ ക്ഷമ കൊടുക്കലാണ് എല്ലാവരും. കാലം വായിക്കാത്ത മുറിവുകളില്ല എന്നൊക്കെ പറയുന്നത് പോലെ അനശ്വര രാജൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വചനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എനിക്ക് അവിടെയൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ പല ആളുകൾക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് ആണല്ലോ, അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും. എനിക്ക് അത്തരം ചില ഭാഗങ്ങളിൽ കണക്റ്റ് ആയിട്ടില്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ല രസമാണ്. ഒരു ഓളത്തിൽ ചിരിച്ച് കളിച്ച് കണ്ടിരിക്കാവുന്ന കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ നമ്മളിലേക്ക് പങ്കുവെച്ച് പോകുന്ന ഒരു സിനിമ. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഈ സിനിമ തിയേറ്ററിൽ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ ഇത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അതെന്താണെങ്കിലും തിയേറ്ററിൽ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമ കാണണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.